നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നത്. അത് കഴിഞ്ഞ് മെയ് 7-ാം തീയതി, അതായത് എക്സാം കഴിഞ്ഞ് 4 ദിവസത്തിന് ശേഷമാണ് പേപ്പർ ലീക്ക് ആവുന്നത്. NTA സർക്കാർ ഇത് കണ്ടെത്തുകയും സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഗ്രൂപ്പ് ഏജൻസിക്കും ഈ വിവരം നൽകുകയാണ്. അന്വേഷണം ആരംഭിക്കുന്നു. അതായത് ഈ വിവരം കണ്ടെത്തുന്നത് സർക്കാർ സംവിധാനമാണ്, അന്വേഷിക്കാൻ നൽകുന്നതും സർക്കാരാണ്. പിന്നീട് കേസ് അന്വേഷിക്കാൻ CBIക്ക് കൈമാറുകയാണ്. മെയ് 15-ന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്കുണ്ടായ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തവും അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് മീഡിയയ്ക്ക് മുന്നിലും പറഞ്ഞു. കൂടെ ഇനി രാജ്യത്ത് ഒരു കാലത്തും പേപ്പർ ലീക്ക് കാരണം കുട്ടികളുടെ അവസരം നഷ്ടപ്പെടില്ല എന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല അടുത്ത വർഷം മുതലേ നീറ്റ് എക്സാം കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജൂൺ 21-ന് രണ്ടാമത്തെ നീറ്റ് എക്സാം നടക്കുന്നത്. ഇതൊന്നും ഒരു പ്രതിപക്ഷ സംഘടനയും ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല. അന്ന് ആരും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല CBIക്ക് അന്വേഷണം കൈമാറണമെന്നും ആരും അവകാശപ്പെട്ടിട്ടില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇന്നലെ ഉണ്ടായ CJP പാർട്ടിയോ പറഞ്ഞിട്ടല്ല സർക്കാർ ഇതെല്ലാം ചെയ്തത്. ആരും പറയാതെ തന്നെയാണ് സർക്കാർ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങിയത്. എന്തുകൊണ്ടാണത്? ഇന്ത്യയിലെ സ്റ്റുഡൻസിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് സർക്കാർ നൽകുന്നത്. CBI അന്വേഷിച്ചു, 12 പേരെ അറസ്റ്റ് ചെയ്തു. അവർ ഏത് പാർട്ടിയിൽ ഉള്ളവരാണെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഇടം ഭാരതീയ ജനതാ പാർട്ടി കാണിച്ചിരുന്നു. ഒരു കാര്യം കൂടി, രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ ഓരോ താല്പര്യത്തെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. നീറ്റ് എക്സാം റീടെസ്റ്റ് നടത്തിയപ്പോൾ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോയത്. മാത്രമല്ല എക്സാം സെന്റേഴ്സും ആർമിയുടെ പ്രസൻസിൽ അവർ ഒരുക്കി. ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് സർക്കാർ ചെയ്തത്? വിദ്യാർത്ഥികളാണ് നാളത്തെ തലമുറയുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് സർക്കാരിന് ഉറച്ച ബോധ്യമുണ്ട്.